നല്ലൊരു സ്വീറ്റ് സിമ്പിൾ ഫീൽ ഗുഡ് മൂവിയാണ് ടൂറിസ്റ്റ് ഫാമിലി. ഒരു മൈഗ്രേഷൻ സ്റ്റോറിയാണ് സിനിമ ചർച്ച ചെയ്യുന്നത്. ശ്രീലങ്കയിൽ നിന്നും സാമ്പത്തികമാന്ദ്യം കാരണം തമിഴ്നാട്ടിലേക്ക് വന്ന് ഇവിടെ ഒരു പുതിയൊരു ലൈഫ് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുന്ന ഒരു 4 അംഗ ശ്രീലങ്കൻ കുടുംബത്തിൻ്റെ സ്ട്രഗിൾസ് ഒക്കെയാണ് സിനിമ ചർച്ച ചെയ്യുന്നത്. സോ ഇതിനു മുമ്പ് പല സിനിമകളും ഇതേ പ്ലോട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. സോ എന്താണ് ഈ സിനിമയുടെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ, നമ്മളിങ്ങനെ കുറേ സിനിമകൾ കണ്ടിട്ടുള്ള നമ്മളെ ക്രിഞ്ചടിപ്പിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് ഇമോഷണലി നമ്മളെ കരയിപ്പിക്കേണ്ട പല സീക്വൻസുകളെയും ഭയങ്കര ഫണ്ണിയായി അല്ലെങ്കിൽ ഭയങ്കര സ്വീറ്റായിട്ട് നല്ല കാണുമ്പോൾ നമ്മൾ ചിരിച്ചിട്ട് കാണില്ല, ആ രീതിയിൽ പ്രസൻറ്റ് ചെയ്യുന്നത് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂസാണ് ചർച്ച ചെയ്തതെങ്കിലും അതിൻ്റെ ഇടയിൽ എവിടെയൊക്കെ ആയിട്ട് ഒരു ഇമോഷണൽ ട്രാക്ക് ആണെങ്കിൽ പോലും അതിൻ്റെ ഒരു ടെയിൽ എൻഡിൽ കൊണ്ടിട്ട് എന്തെങ്കിലും ഒരു ഫണ്ണി ആയിട്ടുള്ള എലിമെന്റ് വെച്ച് നമ്മളെ ആ ഒരു സീനിന്റെ നേച്ചർ തന്നെ മാറ്റി തരുന്ന രീതിയിലാണ് ഓരോ സീനും സ്ട്രക്ചർ ചെയ്തിട്ടുള്ളത്. സോ എന്താണ് ഈ സിനിമയുടെ പ്രത്യേകത, ഇതിൽ പുതിയതായിട്ട് എന്താണെന്നുള്ളത് ചോദിച്ചാൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. അത് തന്നെയാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ രസം. കാരണം നമ്മൾ കണ്ടു പതിഞ്ഞിട്ടുള്ള, നമുക്കറിയാവുന്ന അടുത്ത സീൻ എന്താണെന്ന് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് സിനിമയിൽ ഉള്ളതെങ്കിലും അതിൻ്റെ ആ ഒരു വേ ഓഫ് ട്രീറ്റ്മെൻറ്റിൽ ഈ ഒരു സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂസിനെ ഭയങ്കര ലൈറ്റ് ഹാർട്ടഡ് ആയിട്ട് ഭയങ്കര ഹാർട്ട് വാമിംഗ് ആയിട്ട് ട്രീറ്റ് ചെയ്തതുകൊണ്ട് നമുക്കിങ്ങനെ കൺകുളിർക്കെ നല്ല രസത്തിൽ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു പുഞ്ചിരിയോടെ നമുക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ഐറ്റം എന്ന് പറയാം. ആൻഡ് അതിനെ സഹായിച്ചിട്ടുള്ള ഇതിൻ്റെ ആ ഒരു കാസ്റ്റിംഗ് കൂടിയാണ്. ഇതിൽ ആ ഒരു സ്ക്രിപ്റ്റിംഗ് മാത്രമല്ല, ഇവരുടെ ആ ഒരു പെർഫോമൻസ് ഒന്നും കൂടിയാണ്. ഒരു പൊടിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയ ഓവർ ക്രിഞ്ചായി പോകേണ്ട പല എലിമെൻസും ഉണ്ട് സിനിമയിൽ. ചിലത് ക്രിഞ്ചായിട്ട് തന്നെയാണ് പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. ആൻഡ് അതിൽ പല പല മെയിൻ സീക്വൻസുകളെയും ഇതിൻ്റെ ആ ഒരു ഹിലാരിയസ് മൊമെൻറ്റിലേക്ക് മാറ്റാൻ ഇതിലിപ്പോൾ യോഗി ബാബു എന്നല്ല, യോഗി ബാബുക്ക് ഉണ്ടെങ്കിലും അതിനേക്കാൾ കൂടുതലായിട്ട് ഇതിലെ കോമഡി എലിമെൻറ്റ്സ് കൈകാര്യം ചെയ്തിട്ടുള്ളതും അത് പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്തിട്ടുള്ള ഒരു ചെറിയ പയ്യനാണ്. ഈ ഒരു 4 അംഗ ഫാമിലിയിലുള്ള ഏറ്റവും ചെറിയ ഇളയമുത്രൻ. ആ ഒരു പയ്യൻ്റെ പെർഫോമൻസ് കിഡിലിനാണ്. വളരെ മൈന്യൂട്ടായിട്ടുള്ള സ്ക്രീൻ സ്പേസ് മാത്രമേ ആ പയ്യനുള്ളൂ. പക്ഷേ വന്ന് എല്ലായിടത്തും സ്കോർ ചെയ്തിട്ടാണ് ആ ചങ്ങായി പോയിട്ടുള്ളത്. നല്ലൊരു ഭാഗമുള്ളൊരു പയ്യനായിട്ട് തോന്നി. ആൻഡ് ആ സിംഗിൾ ഹാൻഡഡ്ലി ഈ യോഗി ബാബു ഒക്കെ 1 മീറ്റർ മൂപ്പർക്ക് കൊടുത്തിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് മൂപ്പർക്ക് കടത്താൻ ഓവറാക്കി ചളാക്കാൻ മൂപ്പര് വിട്ടിട്ടില്ല. കുറച്ചും കൂടി സീരിയസ് ആയിട്ടുള്ള ഒരു റോളാണ് മൂപ്പർക്ക് കൊടുത്തിട്ടുള്ളത്. അതിലും മൂപ്പര് പറ്റാവുന്ന രീതിയിൽ വലിയ വെറുപ്പിക്കാതെ നീറ്റായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് യോഗി ബാബു. ഈ റീസെൻ്റ്ലി ഇറങ്ങിയ മറ്റു സിനിമകളൊക്കെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് ഡീസൻ്റ് ആയിട്ട് ചെയ്തിട്ടുള്ള സിനിമയാണെന്ന് പറയും. പക്ഷേ സ്ക്രീൻ ടൈം കുറവാണ്, റൺ ടൈം വളരെ കുറവാണ് ആളെ സംബന്ധിച്ച്. പക്ഷേ ഈ പയ്യനാണ് അതും കൂടി ഏറ്റെടുത്ത് വേണ്ട സ്ഥലത്തൊക്കെ പ്രോപ്പറായിട്ട് ആ ഒരു എൻ്റയർ ഫാമിലിയെ അല്ലെങ്കിൽ ആ ഒരു ഏരിയ മൊത്തം മൂപ്പർ എങ്ങനെയാണ് കളറാക്കുന്നത് അതേപോലെ തന്നെ കാണുമ്പോൾ നമുക്ക് ഈ സിനിമ കുറച്ചും കൂടി കളറാക്കുന്ന ഈ പയ്യൻ്റെ അവിടെ ഇവിടെ ഒക്കെ ആയിട്ടുള്ള ചെറിയ കൗണ്ടേഴ്സാണ്. അല്ലാതെ ബാക്കിയുള്ള സമയത്തൊക്കെ നമുക്കൊരു ഒരു ഹാർട്ട് വാമിങ് ഫീൽ തരുന്നു. കുറച്ച് നന്മ കൂടിപ്പോയോ എന്ന് മാത്രമേ തോന്നിയിട്ടുള്ളൂ. പല സമയത്തും ഇതൊക്കെ ലോജിക്കലി നടക്കുന്ന കാര്യങ്ങളൊക്കെയാണെന്ന് നമുക്ക് ചില സമയത്തൊക്കെ തോന്നും. പക്ഷെ സിനിമയാണ്, ലോജിക് മൈൻഡൊക്കെ നമുക്ക് മാറ്റി. പക്ഷേ ഇങ്ങനെ ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് കാണിക്കുന്ന സമയത്തൊക്കെ ഇത്ര നന്മയൊക്കെ ഉണ്ടോ ആൾക്കാർക്ക് എന്നാൽ പല സമയത്തും എനിക്കും പേഴ്സണലി തോന്നി. പ്രത്യേകിച്ച് എൻ്റെ സമയത്തൊക്കെ ആയപ്പോൾ ഇങ്ങനത്തെ ആൾക്കാർ ഇതൊക്കെ അന്ധകാലം, ഇതൊക്കെ സിനിമയിൽ നടക്കും എന്നുള്ളൊരു മൈൻഡായിരുന്നു. സോ അങ്ങനെ നന്മമരം കുറച്ച് കൂടിപ്പോയതിൻ്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ. ഫുൾ നന്മയാണ് സിനിമ. ആൻഡ് ഡയറക്ടറിൻ്റെ മെയിൻ ഇൻറ്റൻഷൻ കാണുന്ന പ്രേക്ഷകർക്ക് ഒരു നല്ലൊരു ഫീൽ തരണം, നല്ലൊരു ഫീൽ ഗുഡ് മൂവി എക്സ്പീരിയൻസ് തരണം എന്ന് മാത്രമേ ഉള്ളൂ. അത് ഫുൾഫിൽ ചെയ്യാൻ ഈ ചങ്ങായിക്ക് പറ്റിയിരുന്നു. നല്ല ഭാവിയുള്ളൊരു പയ്യൻ തന്നെയാണ് ഇതിൽ. ആൻഡ് ഇതിലെ ഡയറക്ടർ തന്നെ ഈ സിനിമയിൽ ഒരു മെയിൻ ആയിട്ടുള്ള റോളും ചെയ്തിട്ടുണ്ട്. അതും നല്ല റോൾ തന്നെയാണ്. സോ കുറച്ച് സബ് പ്ലോട്ടുകളൊക്കെ വെച്ച് അതിൽ ഈ ക്യാരക്ടേഴ്സ് എങ്ങനെയാണ് ഇൻവോൾവ് ആയിട്ടുള്ളത്, ആ ഒരു ഏരിയയിൽ ഇവർ വന്ന് താമസിക്കും, അവരുടെ ലൈഫ് എങ്ങനെയാണ് ഇവർ മാറ്റിയെടുക്കുക എന്നുള്ളതൊക്കെയാണ് സിനിമ ചർച്ച ചെയ്ത് പോവുക. സോ കുറച്ച് നന്മവരാണ് എങ്കിലും കണ്ടിരിക്കാൻ പറ്റുന്ന നല്ല ഒരു ഫീൽ ഗുഡ് എക്സ്പീരിയൻസ് ആണ്. ഒരു മസ്റ്റ് വാച്ച് ഐറ്റം ഒന്നും ഞാൻ പറയില്ല. ആൻഡ് ഒരു ചെറിയ പടമാണ്, വെറും 2 മണിക്കൂർ മാത്രമേ ഉള്ളൂ. സോ വലിപ്പിച്ച് നീട്ടിക്കാതെ നീറ്റായിട്ട് കഥ പറഞ്ഞു പോകുന്ന ആ ഒരു ക്യാരക്ടേഴ്സിന് നമുക്ക് മനസ്സിൽ തങ്ങി നിൽക്കുന്ന, നമ്മൾ കണ്ടിറങ്ങുമ്പോൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന രീതിയിലുള്ള ഒരു നല്ല ഫീൽ ഗുഡ് മൂവി ടൂറിസ്റ്റ് ഫാമിലി. കണ്ടവരുണ്ടെങ്കിൽ സിനിമയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാം. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം.